ആണവ സമ്പുഷ്ടീകരണ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറായി ഇറാൻ നിലപാട് സ്വാഗതാർഹമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണ നീക്കത്തിൽ നിന്ന് ഇറാൻ പിന്മാറണം. സിവിൽ ആവശ്യങ്ങൾക്കായുള്ള യുറേനിയം ഇന്ധനം ഇറാൻ ഇറക്കുമതി ചെയ്യാം. സമാധാനം ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Have shown a willingness to talk. We're going to talk to them. If there is a chance at peace, we're going to give peace and a peaceful resolution to this challenge, every opportunity to succeed. Our priorities remain the same. If Iran wants a civil nuclear program, they can have one just like many other countries in the world have one, and that is they import enriched material. Now, we're not going to negotiate this in the press. We're not going to negotiate this publicly because it undermines negotiations. But there's a pathway to a civil, peaceful nuclear program if they want one. ആണവധാരണ വിഷയത്തിൽ ചർച്ചകളാകാമെന്ന ഇറാന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയും അറിയിച്ചിരുന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും ഈ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഇറാനിന് മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കുക എന്നൊരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വളരെ കൃത്യമായി അമേരിക്ക പറയുന്നത് ഈ ആണവ നിരായുധീകരണം യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ സിവിലിയൻ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതോൽപാദനത്തിനും അനുബന്ധമായ കാര്യങ്ങൾക്കുമെല്ലാം തന്നെ കപ്പലുകളിലെല്ലാം തന്നെ ആണവോർജ്ജം ഉപയോഗിക്കുന്ന സംവിധാനമുണ്ടെങ്കിൽ അതിനാവശ്യമായ യുറേനിയം ഇന്ധനം കൃത്യമായി അവർക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതായത് ആണവ രാഷ്ട്രങ്ങളുടെ ക്ലബിൽ നിന്ന്, ഓസ്ട്രേലിയൻ ക്ലബ്ബ് രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇന്ധനം ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയം 60% പ്യുവറായ യുറേനിയം സമ്പുഷ്ടീകരണ നീക്കത്തിൽ നിന്നും പിന്മാറാനുള്ള അവസരം ഇറാനുണ്ട് എന്ന് വളരെ കൃത്യമായാണ് മാർക്കോ റൂബിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇമ്പോർട്ട് സംബന്ധിച്ചൊരു തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാന ആവശ്യങ്ങൾക്കായി ആണവ ഗവേഷണം നടത്തുന്നു എന്ന നിലപാടിൽ നിന്നും ഇറാൻ പിന്തിരിയേണ്ടി വരുമെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന ഘടകം കൂടി ഉണ്ടായിരുന്നത്, നേരത്തെ 2 തവണയായി കഴിഞ്ഞ ശനിയാഴ്ചയും അതുപോലെ തന്നെ പല ദിവസങ്ങളിലുമായി ചർച്ചകൾ തുടർന്നിരുന്നു ആണവ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകളുടെ ഭാഗമായി ഇറാനിൽ പരിശോധന നടത്താനുള്ള അനുമതി നേരത്തെ തന്നെ നൽകിയിരുന്നു. അത് വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു പ്രതികരണമാണ് എന്ന് വളരെ കൃത്യമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസിയും അറിയിച്ചിരുന്നു. റഫേൽ ഗ്രോസി ഈ കാര്യം വാഷിംഗ്ടണിൽ വളരെ കൃത്യമായി പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് മാർക്കോ റൂബിയോയുടെ ഈ നിലപാടുമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇറാൻ ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളെല്ലാം തന്നെ ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു നീക്കമുണ്ടാകും. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ഹമാസ് ഒരു സമാധാന ധാരണയ്ക്കുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് വന്നത്. ഈജിപ്തും ഖത്തറും ഇക്കാര്യം ഒരു മധ്യസ്ഥ ചർച്ചകളിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹിസ്ബുള്ളയാകട്ടെ, അതുപോലെ തന്നെ ഹൂതി ഭീകരരാകട്ടെ, ഇവരെയെല്ലാം തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്നതാണ് ഇറാൻ ആണവ നിരായുധീകരണ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ആണവ നിരായുധീകരണത്തിലേക്കുള്ള സാധ്യതകൾ തുറക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.